ശ്രീ പി എം നിയാസ്, എൻ.എം. വിജയത്തിന്റെ മരണത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബന്ധുക്കൾ രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ടായി. കുടുംബ പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിൽ വിജയേട്ടൻ മരിക്കാനിടയായത് എന്നുള്ള തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അത്തരത്തിലൊരു വിമർശനമൊക്കെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ രംഗത്ത് വന്നു, പ്രത്യേകിച്ച് മൂത്ത മകൻ രംഗത്ത് വന്നു. അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുടുംബം എന്നാണ് കെ സുധാകരൻ ഈ കുടുംബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ കുടുംബത്തെ വിശേഷിപ്പിച്ചത്. ഇതൊക്കെ ശരിയായിരുന്നോ? താങ്കൾ പറഞ്ഞൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇപ്പോൾ താങ്കൾക്കറിയാം, ഇവിടെ മരണത്തിന് ശേഷം അദ്ദേഹം KPCC പ്രസിഡന്റിന് കൊടുത്ത, പ്രതിപക്ഷ നേതാവിന് കൊടുത്ത കത്ത് പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. ആ മറുപടി ഞാൻ വേണം താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. ആ മറുപടി താങ്കൾ നോക്കണം. കത്ത്, ആ കത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇതിനു മുമ്പ് ഞാൻ താങ്കൾക്കോ അല്ലെങ്കിൽ താങ്കളുടെ മുൻഗാമിക്കോ ഈ കാര്യങ്ങൾ പറഞ്ഞ് കത്ത് കൊടുത്തു എന്ന് അദ്ദേഹം ഇതിൽ പരാമർശിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ നേരത്തെ അത്ര ആധികാരികമായി 2019 മുതൽ ഇത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ ഏതോ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും നീണ്ട കത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് താങ്കൾക്കോ താങ്കളുടെ മുൻഗാമികൾക്കോ ഞാൻ കത്ത് കൊടുത്തിരുന്നു, അത് ഒന്നും പരിഗണിച്ചില്ല എന്നൊരു വാക്കുണ്ടാവണം. ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം അവരുടെ കുടുംബത്തെ സംബന്ധിച്ചാണ്. ആ കുടുംബം ഇന്നലെ KPCCയുടെ രാഷ്ട്രീയ ഡിസിപ്ലിനറി കമ്മിറ്റി ചെയർമാൻ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയി. അവർ പത്രങ്ങളെ കണ്ടതാണല്ലോ ഇന്നലെ. പ്രതീക്ഷയുണ്ട്, KPCC തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമെന്നും ആ തീരുമാനത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJPയിൽ വിശ്വാസമുണ്ടെന്നല്ല പറഞ്ഞത്, CPMൽ വിശ്വാസമുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ താങ്കൾ ആലോചിക്കണം. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, താങ്കളുടെ പാർട്ടിയിലെ പ്രിന്റ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിലൊന്നും ഒളിക്കാനില്ല. പ്രിന്റു താങ്കളെ പാർട്ടിയെ പോലെ ആരെങ്കിലും സുഖിപ്പിക്കാനോ വെളുപ്പിക്കാനോ ഇല്ല. അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് രൂപ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ വന്ന പണം ഒളിപ്പിക്കാൻ വേണ്ടി ഓഫീസ് സെക്രട്ടറിയെ കൊണ്ട് ഇല്ലാക്കരകൾ പറയിപ്പിച്ചതൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ടാണല്ലോ കൊടകര സംഭവത്തിൽ, അതുപോലെ കാസർഗോഡ് കൈക്കൂലി കൊടുത്ത കേസിലൊക്കെ ഒരുപാട് ഒളിപ്പിക്കലും പിടിപ്പിക്കലും ഡീലിങ്സ് ഒക്കെ നടന്നല്ലോ. ഞങ്ങൾക്ക് ഇതിലൊന്നുമില്ല. എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാൻ പാർട്ടിക്ക് പരാതി കിട്ടിയപ്പോൾ പരാതി അന്വേഷിക്കുന്നു. അതിലെ വസ്തുതകൾ ഹരിദാസൻ പറയുന്നത് മുൻവിധിയ. എന്താ പറയുന്നത്? ഇതിലൊന്നും തീരുമാനമുണ്ടാകുന്നില്ല. MK ഹരിദാസ് ഞങ്ങളുടെ പാർട്ടിയിൽ മുൻ ട്രഷറർ. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് ഒരു ട്രഷറാണ്. അതിൻ്റെ മുൻ ട്രഷറർ KK ഗോപിനാഥൻ, അദ്ദേഹം ബാങ്കിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത്. അതേപോലെ ഒരു ബാങ്കിന്റെ, ഈ അർബൻ ബാങ്കിന്റെ തൊട്ട് മുമ്പ് അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ പാർട്ടി ഇതുപോലെ അന്ന് മൂന്ന് DCC ഭാരവാഹികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെള്ളപൂശുന്നത്. പിന്നെ പ്രിന്റുവിന്റെ വർത്താനം പെട്ടാൽ വിചാരിക്കും ലോകത്ത് ഒരു അഴിമതിയും നടക്കാത്തവരാണ് BJPക്കാർ. ഞാൻ അഴിമതിയുടെ കഥ ഒന്നും ഇപ്പൊ പറയുന്നില്ല. അത് ഒന്നും രണ്ടുമല്ല. അത് കോർപ്പറേറ്റ് ഭീമന്മാരായ ഒറ്റ കാര്യം, എങ്ങനെയാണ് എൻ.എം. വിജയന്റെ വീട് ജപ്തി ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ശ്രീ നിയാസ്, അങ്ങ് ഇത്രയും പറഞ്ഞല്ലോ. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ? ഒരു സിമ്പിൾ ചോദ്യം ശ്രീ നിയാസ്, ഒരു സിമ്പിൾ ചോദ്യമാണ്. എങ്ങനെയാണ് N.M. വിജയൻ ഇത്ര വലിയ കടക്കാരനായത്? അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. വലിയ തോതിൽ 65 ലക്ഷം രൂപയുടെ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ തുടങ്ങി വെച്ച ഒറ്റ കാര്യം, MK ഹരിദാസ് ഒരു കാര്യം പറഞ്ഞു. കോഴ വാങ്ങാത്തവർ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടില്ല. കോഴ വാങ്ങാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചോദിച്ചിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറയുകയുണ്ടായി. ശ്രീ പി എം നിയാസ്, ഇപ്പോൾ കോഴ വാങ്ങാത്തത് ആരാണ് ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു. പ്ലീസ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ താങ്കളുടെ വീഡിയോ ഒന്നുകൂടി കാണിച്ചാൽ ഞാൻ ബോധ്യപ്പെടാം. അങ്ങേക്ക് തന്നെ ഇട്ടുതരാം. നമ്മൾ യൂട്യൂബിൽ അത്
സോഷ്യൽ മീഡിയയിൽ നമ്മൾ നൽകുകയും ചെയ്യും. നിങ്ങൾ പബ്ലിക് ഡൊമൈൻ കാണട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞത് നിഷേധിക്കുന്ന ആളാണ് എന്ന് പബ്ലിക് ഡൊമൈനിൽ കാണട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദ്യത്തിനൊന്നും മറുപടി പറയൂ. എങ്ങനെയാണ് ഇദ്ദേഹം 65 ലക്ഷം രൂപയുടെ കടക്കാരനായത്? വീട് ജപ്തി ചെയ്യപ്പെടേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഞങ്ങളുടെ സബ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്, താങ്കൾ ചോദിച്ച അതേ ചോദ്യം, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വന്നത്? അതിന്റെ കാരണക്കാർ പാർട്ടിയാണോ? ഇനി പാർട്ടി അല്ലെങ്കിലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ആരെങ്കിലും ആണോ ആ കടബാധ്യത വരാനുള്ള കാരണമുണ്ടായത് എങ്കിൽ ആ ഉത്തരവാദിത്വം കൂടി പാർട്ടി ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാർ അത് കൃത്യമായി പത്രങ്ങളിലൂടെ നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. അതാണ് താങ്കൾ വീണ്ടും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ കാരണമാണ് ആ കുടുംബത്തിന് ഈ ബാധ്യത വന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ കേസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും. ആ കുടുംബം പുറത്തുവിട്ട ചില കണക്കുകളുണ്ട്, ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സഹകരണ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ എടുത്തു പറയുകയാണ്. സിജോ ചാക്കോ മേപ്പാടി 10 ലക്ഷം രൂപ, ഐബിൻ VC പൂമല 20 ലക്ഷം രൂപ, വിഷ്ണു KR 20 ലക്ഷം രൂപ, ജിതിൻ 20 ലക്ഷം രൂപ, ഒരു MR എടക്കൽ 20 ലക്ഷം രൂപ, നിത്യ, വിഷ്ണു 8 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, ഇങ്ങനെ 1,18 ലക്ഷം രൂപയുടെ ബാധ്യത IC ബാലകൃഷ്ണൻ എന്ന പേര് മുൻനിർത്തിക്കൊണ്ട് പലരിൽ നിന്നായി NM വിജയൻ സമാഹരിച്ചു. 1,18 ലക്ഷം രൂപ. ഇത് ഇന്നോ ഇന്നലെയോ അല്ല, ഇത് വർഷങ്ങളായി തുടരുന്ന സഹകരണ മേഖലയിൽ നിങ്ങൾ തുടരുന്ന വലിയൊരു കൊള്ളയുടെ ചില കണക്കുകളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദ്ദേഹം മരിക്കാതെ എന്താണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നത്? നിങ്ങൾ കൈയൊഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ് നിലിമ, ഈ താങ്കൾ പറഞ്ഞ മുഴുവൻ പേരുകളും ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, പക്ഷേ ഇപ്പോഴാണെങ്കിൽ പോലും ആ മുഴുവൻ പരാതിക്കാരെയും നേരിട്ട് കണ്ട് അതിന് നിജസ്ഥിതി ബോധ്യപ്പെട്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത്, മുന്നിലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് അതിൽ എന്തെല്ലാമാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക അത് ഞങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ കേരളത്തിലെ മറ്റൊരു പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഹരിദാസൻ MK ഹരിദാസൻ ഒരു കാര്യം പറയണം. അങ്ങ് പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ വളരെ വ്യക്തമായി ഹരിദാസ് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പേരുകാരെയും ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. അവരെ കയ്യിലുള്ള രേഖകളും അവരുടെ മൊഴികളും ഞങ്ങൾ എടുക്കുകയാണ്. ആ എടുത്തിട്ട് അതിന് നിജസ്ഥിതി ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് മുന്നോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം കൂടി താങ്കളോട് പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റായി സുധാകരൻ വന്ന ശേഷം എടുത്ത തീരുമാനം ഈ ഒരു തരത്തിലുള്ള നിയമനത്തിലും പണം വാങ്ങുവാൻ ഞങ്ങൾക്ക് ഒരു അനുവാദവും ഞങ്ങൾ ഒരാൾക്കും കൊടുക്കാറില്ല. പിന്നെ അവിടെ വന്ന തീരുമാനം അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട്. ആ തീരുമാനം ഈ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് അത് BJPയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടി പണം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അത് അന്നത്തെ DCC പ്രസിഡന്റ്മാർക്ക് അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ അത് കൊടുക്കുവാൻ പാർട്ടി ബാധ്യതപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് ഞങ്ങൾക്ക് സംശയമില്ല. അത് കടമായ പൈസയല്ല, അത് ചെലവഴിക്കാൻ പൈസയാണ്. വിലപ്പെട്ട 2 ജീവനുകൾ പിടിച്ചു നിർത്താമായിരുന്നു. അവർ ഈ ലോകം വിട്ട് പോകില്ലായിരുന്നു.